മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന തമ്പുരാട്ടി എന്നറിയപ്പെടുമ്പോഴും നിശബ്ദതയോടെ എല്ലാ പീഡനങ്ങളും വേദനയും സഹിച്ചും പുറത്തും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് താളത്തിനനുസരിച്ച് തുള്ളുന്ന കളിപ്പാവയായും അടിമയായും ജീവിക്കേണ്ടി വന്ന നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ജീവിതം നയിച്ച് പുരുഷന്മാരുടെ മാന്യതയണിഞ്ഞ മുഖംമൂടി വലിച്ചെറിഞ്ഞ് യഥാർത്ഥത്തിൽ അവരാരാണെന്ന് സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയ ധീര വനിതയുടെ കഥ അഥവാ ചരിത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എൻട്രാകൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ദയവായി മറക്കാതിരിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 1.5 നൂറ്റാണ്ടിന് മുൻപ് എല്ലാ പ്രതാപത്തോടും കൂടി നിലനിന്ന തൃശ്ശൂരിലെ കൽപ്പകശ്ശേരി ഇല്ലത്തിൽ 1885 അഷ്ടമൂർത്തി നമ്പൂതിരിക്ക് മകളായി ഒരു സുന്ദരി പെൺകുട്ടി ജനിക്കുന്നു. അമ്മയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. എന്തായാലും ഈ പെൺകുട്ടിക്ക് ധാത്രി എന്ന് നാമകരണം ചെയ്യപ്പെടുന്നു. പ്രതീക്ഷകളോടെ അവളുടെ ജാതകം എഴുതിയ ജ്യോത്സ്യന്റെ പ്രവചനം കേട്ട് അഷ്ടമൂർത്തി തളരുകയാണ്. ജ്യോത്സ്യൻ ഇങ്ങനെ പറയുന്നു: ഈ കുടുംബത്തിലേക്ക് വലിയ ഒരു ദുരന്തവും പിൽക്കാലത്ത് കുടുംബത്തിന്റെ അന്തസ്സും ഈ കുഞ്ഞ് നശിപ്പിക്കും. എന്തായാലും തളർന്നുപോയ അദ്ദേഹത്തിന് പരിഹാര ക്രിയകളും മറ്റും നിർദ്ദേശിച്ച് ജ്യോത്സ്യൻ മടങ്ങുകയാണ്. കളിച്ചും ചിരിച്ചും ജീവിച്ച അവളെ സംഗീതം പഠിക്കുവാനായിട്ട് കുന്നംകുളത്തുള്ള നമ്പീശന്റെ അടുക്കിലേക്ക് അഷ്ടമൂർത്തി അയക്കുന്നു. അവിടെ വെച്ച് തൻ്റെ ബന്ധുവായ മൂസമ്പൂരി നമ്പ്യാതൻ 12 ദിവസത്തോളം വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ കാമ കേളിക്ക് വിധേയമാക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നത് പോലും മനസ്സിലാകാത്ത പാവം പെൺകുട്ടി. ഇന്നായിരുന്നെങ്കിൽ ഇതൊരു പോക്സോ കേസിന്റെ പരിധിയിൽ വന്നേനെ. പെൺകുട്ടികളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം ഒരു ബാധ്യത ഒഴിവാക്കാൻ ഏതെങ്കിലും നമ്പൂതിരി ജാതിയിലുള്ള ആൺതരി വന്നാൽ പോലും വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാലം. അതുതന്നെ ഇവിടെയും സംഭവിച്ചു. കാമരസതന്ത്രത്തിൽ പ്രായോഗിക പരിശീലനം നേടി ഗവേഷണം ചെയ്യുകയാണെന്ന തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ ഭംഗിയുള്ള നിർധനരായ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും വശത്താക്കി അവരുടെ പെൺമക്കളെ വേളി കഴിപ്പിച്ച് കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയും പോരാത്തതിന് കാശ് കൊടുത്ത് ഏത് രീതിയിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനും തയ്യാറായ വേശ്യാസ്ത്രീകളെയും ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് അനുഭവിച്ചിരുന്ന ചെമ്പന്തിട്ടെ കൂരിയാട്ടത്തില്ലത്തെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ രാമൻ നമ്പൂതിരിയുടെ വേളിയാകേണ്ട ഒരു ദുർവിധിയായിരുന്നു ധാത്രിക്ക് തൻ്റെ 12ാം വയസ്സിലുണ്ടായത്. എന്തും സഹിക്കുവാൻ തയ്യാറായിരുന്ന ധാത്രിക്ക് ഒരു കാര്യം മാത്രം സഹിക്കുവാൻ കഴിഞ്ഞില്ല. വേശ്യാസ്ത്രീകളെ ഇല്ലത്തേക്ക് കൊണ്ടുവരുന്നതും തൻ്റെ കിടപ്പറയിൽ അവരെ ഉപയോഗിക്കുന്നതും നേരിട്ട് കണ്ട ധാത്രി മറ്റു അന്തർജനങ്ങളിൽ നിന്ന് വിഭിന്നമായി പൊട്ടിത്തെറിച്ചു. അതുവരെയും ഒരു പെണ്ണും തൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. രാമൻ നമ്പൂതിരി ധാത്രിയെ പടിക്ക് പുറത്താക്കി. തൻ്റെ ഇല്ലത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയായിരുന്ന ധാത്രി എങ്ങോട്ട് പോകണമെന്നറിയാതെ കുറെ സമയം വിഷമിച്ച് തളർന്നിരുന്നു. ധാത്രിയെ സഹായിക്കാൻ ഒരാളെത്തുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ ധാത്രി തൻ്റെ പേര് മാറ്റി ജീവിക്കുന്നു. ഈ സഹായിക്കാൻ വന്ന ആള് അദ്ദേഹത്തിന്റെ ഭൃത്യനാണോ ഭൃത്യയായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇവിടെ വെച്ച് ധാത്രി വേശ്യാവൃത്തി ജോലിയായി സ്വീകരിക്കുകയാണ്. ഇതിന് അവരെ പ്രേരിപ്പിച്ചത് ആരാണ് എന്നതിൽ വ്യക്തമായ രേഖകളൊന്നുമില്ല. സമൂഹത്തിലെ പല ജാതിയിൽപ്പെട്ട ഉന്നതരായ പ്രഗത്ഭരായ വ്യക്തികൾ അവളെ സന്ദർശിക്കുന്നു. അങ്ങനെ സന്ദർശകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിനിടയ്ക്ക് ഒരു പ്രത്യേക അതിഥിയും അവളെ തേടിയെത്തുന്നു. അത് രാമൻ നമ്പൂതിരി ആയിരുന്നു. തൻ്റെ മുൻഭാര്യയെ തിരിച്ചറിഞ്ഞതും ഈ തൊഴിലാണ് അവൾ ചെയ്യുന്നത് എന്ന് അറിഞ്ഞതും രാമൻ നമ്പൂതിരി കോപാകുലനായി. അദ്ദേഹം ഉടനെ തന്നെ പണ്ഡിതന്മാരുടെ സഭയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നു. അതിനു മുമ്പ് തന്നെ നാട്ടുകാരായ ചിലർ പണ്ഡിതന്മാരുടെ മുന്നിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും വേറെ ചില രേഖകളിൽ കാണുന്നുണ്ട്. അങ്ങനെ സ്മാർത്ഥ വിചാരത്തിന് അവൾ വിധേയമാകുന്നു. ഒരു നമ്പൂതിരി സ്ത്രീ വേശ്യയാകുകയോ?
പണ്ഡിതന്മാർ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് മാതൃകയായി കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുവാൻ പണ്ഡിത പുരുഷ കേസരികൾ വെമ്പൽ കൊണ്ടു. കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മറ്റാരും കാണാതെ ഒരു വേലക്കാരുടെ സംരക്ഷണത്തിലായിരിക്കും പാർപ്പിച്ചിരിക്കുക. ഇവിടെ വെച്ചാണ് സ്മാർത്ഥ വിചാരം നടക്കുക. ഈ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന മുറിയിലേക്കോ മറ്റാർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ കാവലുണ്ടായിരിക്കും. ഈ സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട ആളുകളുടെ പേരുകൾ പുറത്തു പറയുന്നതിനു വേണ്ടി ഒരു പണ്ഡിതനും അദ്ദേഹത്തിന് ഒരു അനുയായിയും ഉണ്ടായിരിക്കും. അവർ രണ്ടുപേരും ആരാ ആരാ എന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമോ സംശയമോ തോന്നിയാൽ അനുയായി തന്റെ തോർത്ത് നിലത്തിടും. അപ്പോൾ പണ്ഡിതൻ വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കും. ഇത് പല ദിവസം തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയങ്ങളിൽ ഇരയെ മറ്റാർക്കും കാണാൻ കഴിയുകയില്ല. വെറും ശബ്ദം മാത്രം. എന്തെങ്കിലും നൽകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ അത് ഭൃത്യ മുഖാന്തരമായിരിക്കും നടക്കുക. വലിയ ആർഭാടമായിട്ടായിരിക്കും സ്മാർത്ഥ വിചാരം സാധാരണ നടത്താറുള്ളത്. സ്മാർത്ഥ വിചാരം കഴിയുന്നതുവരെയുള്ള എല്ലാ ചെലവുകളും ഈ സ്മാർത്ഥ വിചാരത്തിന് വിധേയമായ ഇല്ലത്തുള്ളവർ വഹിക്കണം. 1904 ആയപ്പോഴേക്കും വിചാരണ പൂർത്തിയായി. ഏകപക്ഷീയമായ ഒരു വിധി നിർണയിച്ചു. പക്ഷേ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്വാധീനവും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ഒരു കൂട്ടം പുരോഗമന ചിന്താഗതിക്കാർ ഈ വിവരം മഹാരാജാവിനെ അറിയിക്കുകയാണ്. മഹാരാജാവ് സ്മാർത്ഥ വിചാരം രണ്ടാമത് നടത്തുവാൻ ഉത്തരവിട്ടു. മഹാരാജാവ് തന്നെ നേരിട്ട് അവിടെ സന്നിഹിതനാകുന്നു. 1905 ജൂലൈ 13 സ്മാർത്ഥ വിചാരം വീണ്ടും തുടങ്ങുന്നു. ചോദ്യങ്ങൾ തുടങ്ങിയ ഉടൻ തന്നെ രാത്രി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് സമൂഹം കരുതുന്നുണ്ടെങ്കിൽ ആ തെറ്റ് താൻ ചെയ്തു എന്ന് സമ്മതിക്കുന്നു. പക്ഷേ നിയമവും നീതിയും അവകാശങ്ങളും തുല്യമായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. താൻ തെറ്റു ചെയ്തെങ്കിൽ അതിൽ പങ്കാളികളായ പുരുഷന്മാരും തെറ്റുകാരാണ്. അവർക്കും തനിക്ക് നൽകുന്ന അതേ ശിക്ഷ തന്നെ നൽകണമെന്ന് വാദിക്കുന്നു. ധാത്രിയുടെ കുറ്റസമ്മതം തുടങ്ങുന്നത് സ്വന്തം അച്ഛനിൽ നിന്നാണ്. ആദ്യമായി ധാത്രിയെ പീഡിപ്പിച്ചത് സ്വന്തം പിതാവായിരുന്നു. പിന്നെ അച്ഛന്റെ രണ്ടാം ഭാര്യയിലുള്ള സഹോദരൻ. അങ്ങനെ ഓരോരുത്തരുടെ പേരുകളായി ധാത്രി പറയുവാൻ തുടങ്ങി. അവയിൽ 30 നമ്പൂതിരിമാരുടെയും 13 അമ്പലവാസികളുടെയും 10 അയ്യർമാരുടെയും 11 നായന്മാരുടെയും പേരുകൾ പറഞ്ഞപ്പോൾ കേട്ടുനിന്നവർ മൊത്തം ഞെട്ടിപ്പോയി. എല്ലാവരും സമൂഹത്തിലെ ഉന്നതസ്ഥാനീയർ. അവർ കുറ്റം നിഷേധിച്ചു. ധാത്രി വിട്ടില്ല. ധാത്രിയെ തേടി വീട്ടിലെത്തിയ ഓരോരുത്തരെ കുറിച്ചും തെളിവുകൾ നിരത്തിവെച്ചു. തന്നെ തേടിയെത്തിയ ഓരോരുത്തരുടെയും സ്വകാര്യ ഭാഗങ്ങളിലെ അടയാളങ്ങളും വീഴ്ചയ്ക്ക് വന്ന ദിവസവും സമയവും വ്യക്തമായി അവൾ വിശദീകരിച്ചു. പലരും അവൾക്ക് അയച്ച എഴുത്തുകളും സമ്മാനങ്ങളും എടുത്തു കാണിച്ചു. സ്മാർത്ഥ വിചാരം 7 മാസത്തോളം നീണ്ടുപോയി. 3 സ്ഥലങ്ങളിൽ കനത്ത സുരക്ഷയോടെയായിരുന്നു സ്മാർത്ഥ വിചാരം നടന്നത്. ധാത്രി പരാമർശിച്ചവരെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി വിചാരണ ചെയ്തു. അങ്ങനെ ധാത്രി തന്റെ സന്ദർശകരിലെ 65ാമന്റെ പേര് പറയുന്നതിന് മുൻപായി ഒരു മോതിരം ഉയർത്തി കാണിച്ചു. ഇത് സമ്മാനിച്ചയാളുടെ പേര് പറയട്ടെ എന്ന് ചോദിച്ചതോടെ രാജാവ് സ്മാർത്ഥ വിചാരം പെട്ടെന്ന് നിർത്തി അവിടെ നിന്ന് സ്ഥലം വിട്ടത്രേ. 65ാമൻ ഒന്നുകിൽ രാജാവായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളായിരിക്കാം. ധാത്രിയുടെ പ്രതികാരം സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. തന്നെ ദ്രോഹിച്ചവരെയും സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ നിലനിർത്തുന്നവരുടെയും പൊയ്മുഖങ്ങൾ വലിച്ചു കീറിയതോടെ പുരോഗമന പരിഷ്കാരവാദികൾ രംഗത്തെത്തി. അവർ ഇത്തരം അനാചാരങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു പുതിയ സഭയുണ്ടാക്കി. അതാണ് യോഗക്ഷേമ സഭ. സമൂഹത്തിലുണ്ടായ നാണക്കേട് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട ചില മാന്യന്മാരുണ്ടായിരുന്നു. കാവുങ്കൽ ശങ്കരപ്പണിക്കർ, കടലാത്ത് മാധവൻ നായർ, പനങ്ങാവിൽ നാരായണ നമ്പ്യാർ, അച്യുത പൊതുവാൾ എന്ന പ്രശസ്ത കഥകളി ആശാൻ തുടങ്ങിയ പലരുടെയും പണി പോയി. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയായി. ധാത്രിയെയും അവർ പറഞ്ഞ 64 പുരുഷന്മാരെയും ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. തുടർന്ന് ധാത്രി ക്രിസ്ത്യാനിയായതായും ഒരു ക്രിസ്ത്യനെ വിവാഹം കഴിച്ചതായും പറയപ്പെടുന്നു. അതല്ല, ഒരു ആംഗ്ലോ ഇന്ത്യനായ ഇന്ത്യൻ റെയിൽവേയിലെ ഗാങ്മാനെ വിവാഹം കഴിച്ച് കോയമ്പത്തൂരിലേക്ക് പോയെന്നും പറയപ്പെടുന്നു. ധാത്രി ഗർഭിണിയായോ അവർക്ക് മക്കളുണ്ടായിരുന്നോ എന്ന കാര്യത്തിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും കേൾക്കാനുണ്ട്. 9 വയസ്സിനും 23 വയസ്സിനും ഇടയിലാണ് ധാത്രി ഇത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചത്.
വിവാഹത്തിന് ശേഷം അവർക്ക് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നതായി ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്മാർത്ത വിചാരം എന്നതിനെ പ്രമേയമാക്കി ഒരുപാട് പുസ്തകങ്ങളും ഡോക്യുമെന്ററിയും സിനിമയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പരിണയം ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.